അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരാണ് മടക്ക്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. മടക്കുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ആട്ടപ്പൊടിയാണ്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ മാവിലേക്കായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വെള്ളമാണ്. നോർമൽ വെള്ളം തന്നെയാണ്. ഈ വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റാം. ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചെടുക്കൂലേ, അതുപോലെ തന്നെ. ഈ മാവിനെ ഇതുപോലെ ആക്കിയതിന് ശേഷം ഓരോ കഷ്ണങ്ങളാക്കി മാറ്റുക. തുല്യ അളവിലാണെങ്കിൽ അത്രയും നല്ലത്. ഈ കഷ്ണങ്ങളെ ഓരോ ബോൾസ് ആക്കി മാറ്റുക. ഇനി ചപ്പാത്തി പ്രസ്സിലിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചപ്പാത്തിയും പത്തിരിയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പരത്തിയെടുക്കുക. ഒരുപാട് തിന്നായിട്ടൊന്നും വേണ്ട, എന്നാൽ കട്ടിയും പാടില്ല. എല്ലാ ചപ്പാത്തിയും ഒരുപോലെ ഒരേ അളവിൽ കിട്ടണമെന്നില്ല, എന്നാൽ ഏകദേശം എല്ലാം ഒരുപോലെ ആക്കിയെടുക്കുക. മുഴുവനായും പരത്തിയെടുക്കുക. ഇത് പരത്തിയെടുക്കേണ്ടത് അരിപ്പൊടിയിലാണ് കേട്ടോ. ഇനി ഒരു ബൗളിലേക്കായിട്ട് 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യും പിന്നെ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതാ ഈ രൂപത്തിലെത്തണം കേട്ടോ. ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി മടക്കുണ്ടാക്കി തുടങ്ങാം. അതിനു വേണ്ടി ഓരോ ചപ്പാത്തിയും എടുത്ത് വെക്കുക. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച അരിപ്പൊടി നെയ്യും ഓയിലൊക്കെ ചേർത്ത മിശ്രിതം ഉണ്ടല്ലോ, ഇതുപോലെ പരത്തി കൊടുക്കുക. എല്ലായിടത്തും എത്തേണ്ട രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ മുകളിലായിട്ട് ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുക. വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബോൾസ് 11 ബോൾസ് ഉണ്ട്. അപ്പോൾ ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരെണ്ണത്തിൽ 5ഉം ഒരെണ്ണത്തിൽ 6ഉം ആയിട്ട് ഇങ്ങനെ 2 അടുക്കാക്കി മാറ്റിയെടുക്കുക. 2 ചപ്പാത്തികൾക്കിടയിലായിട്ട് ഈ മാവ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മടക്കിന്റെ ഉൾഭാഗം ഇങ്ങനെ വിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെ വേറിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ 2 ചപ്പാത്തിയുടെ ഇടയിലായിട്ട് ഇതിങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ അടുക്കിൽ 6 ചപ്പാത്തിയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ ഇത് ടൈറ്റ് ചെയ്തൊന്ന് ചുരുട്ടിയെടുക്കണം. ഉൾഭാഗം ലൂസായി പോകരുത്. 2 കൈ കൊണ്ടും അമർത്തി പ്രസ് ചെയ്തിട്ട് വേണം ഇത് ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചുരുട്ടിയെടുക്കുന്നതിന്റെ അവസാന ഭാഗം ഒട്ടിയിട്ടില്ല എങ്കിൽ അവിടെ കുറച്ചും കൂടെ നേരത്തെ ഉണ്ടാക്കി വെച്ച മിശ്രിതം ഉണ്ടല്ലോ, അതൊന്നുകൂടെ തേച്ച് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. കുറച്ച് സമയം ഇതുപോലെ വെച്ചിരിക്കുക. എന്നാൽ നല്ല പോലെ ഒട്ടിക്കിട്ടും കേട്ടോ. ഇനി മറ്റേ 5 ചപ്പാത്തിയും കൂടെ ബാക്കിയുണ്ടല്ലോ, ചപ്പാത്തി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ശേഷം ഈ ചുരുട്ടിയെടുത്ത ഈ ചപ്പാത്തി ഉണ്ടല്ലോ, ഇതിന്റെ 2 വശവും മുറിച്ച് മാറ്റുക. ബാക്കിയുള്ളത് നേരത്തെ കട്ട് ചെയ്ത പോലെ ഒരേ അളവിൽ കട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഈ കട്ട് ചെയ്ത കഷ്ണത്തിനെ കമിഴ്ത്തി വെച്ചല്ല കേട്ടോ, നിവർത്തി വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുന്ന സമയത്ത് വല്ലാതെ പതിഞ്ഞു പോവണ്ട കേട്ടോ, എന്നാൽ ഇതുപോലെ ഇരിക്കാൻ വേണം. ബാക്കി വന്നതും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടിയിട്ട് എണ്ണ നല്ല പോലെ ചൂടാക്കിയെടുക്കുക. നല്ല പോലെ ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ എണ്ണയിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ലോക്കും മീഡിയത്തിനും ഇടയിലേക്ക് മാറ്റിയിരിക്കണം. പിന്നീട് ഇത് വേവേണ്ടത് വളരെ ചെറിയ തീയിലാണ്. കാരണം ഇതിന്റെ ഉള്ളിൽ കുറേ അടുക്കുകളുണ്ട്. ആ അടുക്കിന്റെ ഉള്ളിലേക്ക് എണ്ണ ചെന്നിട്ട് വേണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് സമയമെടുക്കും. ഒരു വശം ഒന്ന് ചെറിയ രീതിയിലായി കിട്ടിയാൽ പിന്നെ അത് മറിച്ചിട്ട് കൊടുക്കുക.
അങ്ങനെ തിരിച്ചും മറിച്ചും 3-4 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതൊന്ന് വേവായി കിട്ടുന്നത്. അപ്പോഴും ഇതിന്റെ ഉൾഭാഗം ക്രിസ്പി ആയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു പപ്പട കോല് കൊണ്ട് ഒന്നിങ്ങനെ കുത്തി വിടർത്തി കൊടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ ഉൾഭാഗം ഒരുപോലെ ക്രിസ്പി ആയി കിട്ടും. ഇതുപോലെ ഗോൾഡൻ കളറായി മാറിയാൽ നമുക്ക് കോരി മാറ്റാവുന്നതേ ഉള്ളൂ. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക. ഇനി ഫ്ലെയിം കൂട്ടുകയേ അരുത്. ഈ ഫ്ലെയിമിൽ തന്നെ ഇത് വേവണം കേട്ടോ. അപ്പോഴാണ് ക്രിസ്പി ആയിട്ടുള്ള മടക്ക് നമുക്ക് തയ്യാറായി കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാനുണ്ട്. ഇതിനായിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് അല്ലേനും എന്നാൽ 1/4 കപ്പിന് മുകളിലും ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 5 മിനിറ്റ് സമയം നല്ല പോലെ ഒന്ന് തിളച്ചാൽ ഇത് കുറച്ചൊക്കെ അങ്ങോട്ട് കുറുകിയ വരും. സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു നൂൽ പരുവത്തിലേക്ക് എത്തുകയും അരുത് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്കായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത്, എന്നാൽ നല്ല ചൂടും പറ്റൂല, എന്നാൽ ചൂടാറാനും പറ്റൂല. ഈ സമയത്താണ് നമ്മൾ ഈ മടക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മടക്കിന്റെ എല്ലാ വശത്തേക്കും ഷുഗർ സിറപ്പ് എത്തണം. കുറഞ്ഞൊരു സമയം ഈ ഷുഗർ സിറപ്പിൽ ഒരു വശം കടന്നാൽ മറ്റേ വശം ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ആ വശം ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഒരു തവണ ഇട്ടത് കോരിയെടുത്താൽ മറ്റേത് വീണ്ടും ഇട്ട് കൊടുക്കുക. ഈ ഷുഗർ സിറപ്പ് ഇത്രയും മതി കേട്ടോ. കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് വല്ലാതെ വലിച്ചെടുക്കില്ല. ഇതിന്റെ പുറംപാളികളിൽ മാത്രമാണ് ഷുഗർ സിറപ്പ് എത്തുന്നത്. അപ്പോൾ മടക്ക് റെഡിയായി കേട്ടോ. മടക്ക് തയ്യാറാക്കിയെടുക്കാൻ വളരെ ചെറിയൊരു സമയം മതി. പക്ഷെ മടക്ക് വേവിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണം. ചെറിയ തീയിൽ ഇട്ടിട്ടല്ല ഇത് വേവിച്ചെടുക്കും. ആ ഒരു സമയം മാത്രമാണ് ഇവിടെ അധികമായിട്ടുള്ളത്. വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് മടക്ക്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.